ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ? സുഖമാണോടാ? സുഖമാണ്. പിന്നെ നീ എന്താ ഉറങ്ങിയിരിക്കുന്നത്? ഉറങ്ങിയില്ല. ഉറങ്ങിയില്ല. അപ്പോൾ കിട്ടു നമുക്ക് ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ, സന്തോഷമായിരിക്കുന്നല്ലോ. അപ്പോൾ നമ്മളിന്നൊരു പുതിയ കഥ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് പിന്നെ കിട്ടു പറയോ ഞാൻ പറയണോ? ഇല്ല, അങ്കിൾ പറഞ്ഞാൽ മതി. അതെന്ത്? എനിക്ക് കഥ അറിയില്ല. കിട്ടുവിന് കഥ അറിയില്ല. പിന്നെ നിനക്ക് എന്തറിയാം? കഥ കേൾക്കാൻ അറിയാം. കഥ കേൾക്കാൻ അറിയാം. അപ്പോൾ കൂട്ടുകാർക്കും കഥ കേൾക്കാൻ അറിയാമല്ലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു കഥ പഠിക്കാൻ പോവുകയാണ്. ഒരിക്കലും ഒരു ധനവാനായ ഒരു മനുഷ്യൻ, ധനവാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, പണക്കാരൻ. അപ്പോൾ നല്ല ധനവാനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിനൊരു ഡ്രൈവറെ വേണം. അദ്ദേഹത്തിൻ്റെ കാർ ഓടിക്കാനായിട്ട് ഒരു ഡ്രൈവറെ വേണം. സമർത്ഥനായ ഒരു ഡ്രൈവറായിരിക്കണം, സാമർഥ്യമുള്ള ഒരു ഡ്രൈവറായിരിക്കണം, ബുദ്ധിയും വിവേകവുമുള്ള ഒരു ഡ്രൈവറായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡ്രൈവറെ നോക്കി അദ്ദേഹം നടക്കുകയായിരുന്നു. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഒരു പരീക്ഷ, ഒരു ടെസ്റ്റ് നടത്തി. 2 പരീക്ഷകൾ ജയിക്കുന്നവരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു. എന്തൊക്കെയാണ് ആ പരീക്ഷ? എന്തൊക്കെയാണ് ആ പരീക്ഷ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പറയാം. അപ്പോൾ ആദ്യത്തെ പരീക്ഷ എല്ലാവർക്കും ഒരു എഴുത്ത് പരീക്ഷയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് വന്നു, അവരെല്ലാം പരീക്ഷ എഴുതി ജയിച്ചു. 2-3 പേരെ അതിൽ നിന്നും ഇദ്ദേഹം തിരഞ്ഞെടുത്തിട്ട് അവരിൽ നിന്നും ഒരാളെയാണ് ഇനി എന്ത് ചെയ്യേണ്ടത്? ഡ്രൈവറായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇദ്ദേഹം 2-3 പേരെ എന്ത് ചെയ്യുന്നറിയാമോ? ഒരു മൈതാനത്തിൽ കൊണ്ടുപോയിട്ട് മൈതാനത്തിൻ്റെ ഒരു അറ്റത്ത് അദ്ദേഹത്തിൻ്റെ കാറ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ മൈതാനത്തിലൂടെ കാറ് ഓടിക്കണം, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ മൈതാനത്തിന് നടുക്കൊരു കുഴിയുണ്ട്. ആ കുഴിയിൽ എൻ്റെ കാറിനൊരു അപകടവും പറ്റാതെ വേണം കാർ ഓടിക്കാൻ എന്ന് പറഞ്ഞു. അപ്പോൾ മൈതാനത്തിൽ വേറെ വാഹനമൊന്നുമില്ല, വേറെ ആൾക്കാരൊന്നുമില്ല, അവിടെ ഇങ്ങനെ ഓടിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നന്നായിട്ട് ഓടിക്കുന്നവരെ പിന്നെ ഞാൻ എൻ്റെ ഡ്രൈവറായിട്ട് തിരഞ്ഞെടുക്കും. അപ്പോൾ ആദ്യത്തെ ആൾ സന്തോഷത്തോടുകൂടെ പിന്നെ കാറിൽ കയറി പിന്നെ സ്റ്റാർട്ട് ചെയ്തു, സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടു. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യുന്നറിയുമോ? കാർ ഓടിച്ചു പോയി. അദ്ദേഹം ഇങ്ങനെ വളരെ സാമർഥ്യമുള്ളവനായിരുന്നു, വളരെ പിന്നെ കഴിവുള്ളവനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ കാർ ഓടിച്ചു പോയിട്ട് കാറിൻ്റെ ഒരു സൈഡിലെ ഒരു ടയർ മാത്രം കുഴിയിലിറങ്ങി, ബാക്കി ഒന്നും കുഴിയിലിറക്കാതെ നല്ല പിന്നെ ക്ലിയറായിട്ട് അദ്ദേഹം വണ്ടി ഓടിച്ചു. പിന്നെ ഈ യജമാനൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തി. കൊള്ളാം, നന്നായിട്ട് നിങ്ങൾ പിന്നെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. കുഴിയിൽ ഒരു ടയർ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ, വേറെ പ്രയാസമൊന്നുമില്ല. അടുത്ത ആൾ കയറാൻ പറഞ്ഞു. അപ്പോൾ അടുത്ത ആൾ, രണ്ടാമത്തെ ആൾ. അപ്പോൾ എത്ര പേരെയാണ് എടുത്തത്? 3 പേരെ. അപ്പോൾ രണ്ടാമത്തെ ആൾ വന്നു, പിന്നെ കാർ ഓടിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? കുഴിയിലൊന്നും പിന്നെ എന്താണ് ടയർ ഇറങ്ങാതെ അതിൻ്റെ അരികിലൂടെ വളരെ പിന്നെ കഴിവ് തെളിയിച്ചുകൊണ്ട് ഓടിച്ച് മുമ്പോട്ട് പോയി. എന്നിട്ട് ഈ ധനവാനായ മനുഷ്യൻ്റെ അടുക്കൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തി. അപ്പോൾ അദ്ദേഹം കൈയടിച്ചു, കൊള്ളാം, നന്നായിട്ട് നീയും ഡ്രൈവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അടുത്താരാണ്? മൂന്നാമത്തെ ആൾ. ഈ മൂന്നാമത്തെ ആൾ വലിയ സമർത്ഥനൊന്നുമല്ല, എങ്കിലും അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഈ വണ്ടി ഓടിച്ചിട്ട് ഇദ്ദേഹം ഈ കുഴിയുടെ 7 അയലത്ത് പോലും പോയില്ല, ഈ കുഴിയുടെ അരികിലേക്കേ പോയില്ല. ഒരു സ്ഥലത്തൂടെ വണ്ടി ഓടിച്ചു, അദ്ദേഹത്തിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി താക്കോല് കൊടുത്തു. പക്ഷേ ഇതിൽ നിന്ന് ആരെ തിരഞ്ഞെടുക്കാൻ സാധ്യത ഉണ്ട്? ഒന്നാമത്തെ ആളെ അല്ലേ? അദ്ദേഹം ഒരു ടയർ പിന്നെ മാത്രമേ ഇറക്കിയുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ആളോ? ശരിയാണല്ലോ. ശരിയാണ്, രണ്ടാമത്തെ ആൾ ടയർ ഒന്നും ഇറക്കാതെ അതിൻ്റെ അരികിലൂടെ പോയി. പക്ഷേ ഈ യജമാനൻ തിരഞ്ഞെടുത്തത് ആരെയാണെന്നറിയാമോ? മൂന്നാമത്തെ ആളെയാണ്. അയാൾ കുഴിയുടെ അടുത്ത് പോയില്ലല്ലോ, പിന്നെന്തിനാ അയാളെ തിരഞ്ഞെടുത്തത്? അയാളെ തിരഞ്ഞെടുക്കുന്നതിനൊരു കാരണം ഉണ്ടായിരുന്നു. എന്തെന്നറിയാമോ? അവിടെ ആരുമില്ല, ഈ ഗ്രൗണ്ടിൽ ഒരു മനുഷ്യനില്ല, ഒരു വാഹനവുമില്ല. പിന്നെ ആവശ്യമില്ലാത്തയിടത്ത് കുഴിയുടെ അടുത്തൂടെ വണ്ടി പോകേണ്ട കാര്യം തോന്നാണ്. അദ്ദേഹം അങ്ങനെയേ ചിന്തിച്ചുള്ളൂ. ആവശ്യമില്ലാത്തയിടത്ത് സാമർഥ്യം തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല, സാമർഥ്യം കാണിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അതുകൊണ്ട് ആവശ്യമുള്ളിടത്ത് മാത്രം സാമർഥ്യം കാണിക്കുക. എല്ലാ സ്ഥലത്തും പോയി സാമർഥ്യം കാണിക്കേണ്ട ഒരു കാര്യവുമില്ല. ഒരു വാഹനവുമില്ല, ഒരു ആൾക്കാരുമില്ല, പിന്നെ എന്തിന് ഞാൻ ആ ഗ്രൗണ്ടിന് നടുക്കുള്ള കുഴി വരെ വണ്ടി ഓടിക്കണം എന്ന് അദ്ദേഹം എടുത്ത തീരുമാനം, അതിനെയാണ് ഈ യജമാനൻ ഏറ്റവും യോഗ്യതയായിട്ട് കണ്ടത്. ഈ യജമാനൻ അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടി, നീ തന്നെയാണ് എൻ്റെ ഡ്രൈവർ ഇന്നു മുതൽ. അങ്ങനെ അദ്ദേഹത്തിന് ജോലിയും കൊടുത്തു. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മൾ ഈ കാര്യത്തിൽ നിന്നും പഠിക്കുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമുക്ക്
പിന്നെ കഴിവുണ്ടെങ്കിലും നമുക്ക് എല്ലാവിധമായ യോഗ്യതകളുണ്ടെങ്കിലും അതെല്ലാം കാണിക്കേണ്ട ഇടത്ത്, അതെല്ലാം പ്രയോജനപ്പെടുത്തേണ്ട സ്ഥലത്ത് മാത്രം പ്രയോജനപ്പെടുത്തുക. എല്ലായിടത്തും പോയി പിന്നെ തലയിടുക, എല്ലായിടത്തും പോയി സാമർഥ്യം കാണിക്കുക, എല്ലായിടത്തും പോയി വലിയ ആളാകാനായിട്ട് ശ്രമിക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല അല്ലേ. നമുക്ക് ആവശ്യമുള്ളയിടത്ത് മാത്രം നമ്മുടെ സാമർഥ്യം കാണിക്കുക എന്നുള്ളതാണ്. യേശുപ്പച്ചനെ പരീക്ഷിക്കുന്ന ഒരു പരീക്ഷ ഉണ്ട് അല്ലേ. യേശുപ്പച്ചൻ സ്നാനം കഴിഞ്ഞിട്ട് പിന്നെ ഉപവസിക്കുന്ന സമയത്ത് അതിനുശേഷം പിശാച് വന്ന് പരീക്ഷിക്കും. ഒരു തവണ യേശുപ്പച്ചനോട് പറയുന്നത് കല്ലുകളെ അപ്പമാക്കി തീർക്കാനായിട്ട്. രണ്ടാമത്തെ തവണ പിന്നെ യേശുപ്പച്ചനോട് പറയുന്നത് പിന്നെ ഒരു വലിയ ഗോപുരത്തിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് താഴേക്ക് ചാടാനായിട്ട് പറഞ്ഞു. നിൻ്റെ കാലൊന്നും കല്ല് തട്ടിപ്പോകാതെ ദൈവം രക്ഷിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞു. മൂന്നാമത്തെ തവണ ഇങ്ങനെ പിന്നെ ലോകം മുഴുവൻ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഇതെല്ലാം എൻ്റേതാണ്, പിന്നെ നിനക്ക് തരാം, നീ എന്നെ വണങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അവിടെ ഒന്നും യേശുപ്പച്ചൻ ഈ വലിയ ദൈവത്തിൻ്റെ ശക്തിയെ കാണിക്കാനൊന്നും പോയില്ല. ദൈവവചനത്തെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവനിൽ നിന്നും യേശു ഇങ്ങനെ ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ പരീക്ഷകളെ ജയിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അത് തന്നെയാണ്. നമ്മൾ ചെയ്യേണ്ടയിടത്ത്, കാണിക്കേണ്ടയിടത്ത് മാത്രം നമ്മുടെ സാമർഥ്യം കാണിക്കുക. നിങ്ങൾ പഠിച്ചു മിടുക്കരായി എല്ലാ വിഷയങ്ങളിലും വിജയം നേടി മുന്നോട്ട് പോകേണ്ട മക്കളാണ്. പരീക്ഷയുടെ സമയങ്ങളിൽ നിങ്ങളുടെ സാമർഥ്യം തെളിയിക്കുക, പഠിക്കുക, മുന്നേറുക, ധൈര്യമായി സന്തോഷമായി നല്ല ഭാവിയുടെ മക്കളായി മാറുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കഥ ഇഷ്ടമായല്ലോ. അപ്പോൾ ഇന്നത്തെ കഥയിലും ഒരു ചോദ്യമുണ്ട്. ചോദ്യം അതുതന്നെയാണ്. നമ്മൾ യേശുപ്പച്ചൻ്റെ പരീക്ഷയിൽ ആ പരീക്ഷകൾ 3 പരീക്ഷകൾ അത് എവിടെയെന്ന് ഏതെല്ലാം പുസ്തകത്തിലുണ്ട്, എത്രാമത്തെ അധ്യായത്തിൽ എത്രാമത്തെ വാക്യത്തിൽ കണ്ടുപിടിക്കുക, എഴുതുക. സമ്മാനമുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ടാറ്റാ.